ഹലോ ഗേസ് ചെമ്മനീർ പൂവിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ആദിമോനെയും കൂട്ടിക്കൊണ്ട് സച്ചിൻ രേവതിയും കൂടെ വിമലയുടെ അടുത്ത് എത്തുവാണ് കേട്ടോ. വിമല ഇവരെ കാണുമ്പോഴത്തേക്കും ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുമ്പോഴും വിമല ഇങ്ങനെ ഉരുണ്ട് കളിക്കുവാണ് കേട്ടോ. ലാസ്റ്റ് എന്നിട്ട് സച്ചി പറയുന്നുണ്ട് അഡ്രസ്സ് പറ, നമുക്ക് അവിടെ കൊണ്ട് വിടാം എന്ന് പറയുമ്പോഴത്തേക്കും വിമല പറയാണ് മോളെ കാണാനാണ് വന്നേ, പക്ഷേ അവൾ ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിന് ദുബായിക്ക് പോയി എന്ന് പറയുവാണ് കേട്ടോ. അപ്പോൾ ഈ പറച്ചിലൊക്കെ കേൾക്കുമ്പോൾ രേവതിക്ക് ചെറിയൊരു സംശയമുണ്ട്. അപ്പോഴത്തേക്കും സച്ചി പറയണം അപ്പം മോളെ കാണാൻ വേണ്ടി വന്നപ്പോഴായിരിക്കും അല്ലേ തലകറങ്ങി വീണേന്ന് ചോദിക്കുമ്പോഴേക്കും വിമൽ പറയും അതെ, അവളെ കാണാൻ വേണ്ടി വന്നപ്പോഴാണ് തലകറങ്ങി വീണേ. എങ്കിൽ പിന്നെ ഇവിടെ ബന്ധുക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽ പറയാം, നമുക്ക് അവരെ വിളിക്കാമെന്ന് പറയുമ്പോഴത്തേക്കും വിമൽ പറയാം ഞങ്ങൾക്കിവിടെ സ്വന്തക്കാരും ഇല്ല, വേറെ മോള് മാത്രം ഉണ്ടായിരുന്നുള്ളൂ, അവൾ ദുബായിക്കും പോയി എന്ന് പറയുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഡോക്ടർ ആ വഴി വരുന്നുണ്ട്. ഡോക്ടർ ആ വഴി വന്നിട്ട് വിമലയോട് പറയുന്നുണ്ട് ഇവരാ നിങ്ങളെ രക്ഷിച്ചേ, ഇവരോട് നന്ദി പറയണം, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ അവസ്ഥ വളരെ മോശമായിരുന്നേനേയും എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും വിമലയോട് നല്ലപോലെ റെസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ടീഷൻ തീരെ മോശമാവത്തേ ഉള്ളൂ എന്നൊക്കെ ഡോക്ടർ പറയുവാണ്. ഇതൊക്കെ പുറകിൽ നിന്ന് മറിഞ്ഞ് ശ്രുതി കേൾക്കുന്നുണ്ട് കേട്ടോ. ശ്രുതിക്ക് ആകെ വിഷമമാവുന്നുണ്ട്, പിന്നെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും ബില്ലും കൊണ്ട് ആൾ വരുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി അത് മേടിക്കുവാണ്. എന്നിട്ടത് കണ്ടിട്ട് അയ്യോ 15,000 രൂപയോ എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും വിമല പറയാണ് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടായില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട് എന്ത് ബുദ്ധിമുട്ട്, ഒരു കുഴപ്പമില്ല, ബില്ലടയ്ക്കുക മാത്രമല്ല നിങ്ങൾ ഇവിടുന്ന് ഞങ്ങളുടെ വീട്ടിലോട്ടാണ് കൊണ്ടുപോകാൻ പോകുന്നത്, അവിടെ രണ്ടുപേർക്ക് നിൽക്കാം, അസുഖമൊക്കെ മാറിയിട്ട് പോയാൽ മതി എന്ന് പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന ശ്രുതി ആകെ ഞെട്ടിപ്പോവാണ്. അത് കഴിഞ്ഞ് അവർ പോയി കഴിയുമ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് ഇറങ്ങി വന്നിട്ട് ആദിമോനെ ഒന്ന് തലോടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ അവരോട് മിണ്ടാൻ പോയത്, നിങ്ങൾ രണ്ടും കൂടെ എൻ്റെ ജീവിതം നശിപ്പിക്കുമോ എന്നൊക്കെ ചോദിച്ച വിമലയോടും ആദിയോടും ദേഷ്യപ്പെടുവാണ് കേട്ടോ. ആദിയോട് ദേഷ്യപ്പെടുന്ന കാണുമ്പോൾ വിമല പറയുന്നുണ്ട് എടി നീ എന്തിനാ അവനോട് ദേഷ്യപ്പെടുന്നേ, നീ അടങ്ങ്, അവൻ എന്ത് ചെയ്തിട്ടാ, അവനൊന്നും ചെയ്തില്ല, നീ സമാധാനപ്പെട് എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് പെട്ടെന്ന് അവിടെ ഇരിക്കുന്ന ബില്ലുൻ്റെ ഒരു പേപ്പറും എടുത്തുകൊണ്ട് നേരെ താഴോട്ട് പോവുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതി. എന്നിട്ട് പറയുകയാണ് ഞാൻ അവർ വരുന്നതിന് മുമ്പ് ഈ ക്യാഷ് അടച്ച് നമുക്ക് ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞ് അങ്ങ് പോവാണ്. അതേ സമയത്ത് സച്ചി വണ്ടിയുടെ ക്യാഷ് അടയ്ക്കാൻ വെച്ച് ക്യാഷ് എടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിലോട്ട് പോവാണ് കേട്ടോ, വിമലയ്ക്ക് ബില്ല് പേ ചെയ്യാൻ വേണ്ടിയിട്ട്. പോകാൻ നേരത്തെ രേവതി എവിടെ നിന്ന് പറയുന്നുണ്ട് എനിക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നു, അവർ പറയുന്നത് തമ്മിലൊരു ബന്ധവുമില്ല, പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് പറയുന്ന പോലെ എനിക്ക് തോന്നുന്നത്, എല്ലാം ഉണ്ടാക്കി പറയുന്ന പോലെയൊക്കെ തോന്നുന്നതെന്ന് പറയുവാണ് കേട്ടോ. ഇതൊക്കെ മാറി നിന്ന് ശ്രുതി ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. ശ്രുതിക്ക് ആകെ ടെൻഷൻ ആവുകയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട് വാ നമുക്ക് എന്തായാലും ബില്ലടയ്ക്കണ്ടേ, ക്യാഷ് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് നേരെ വീട്ടിൽ പോവാണ് കേട്ടോ. നേരെ വീട്ടിൽ വന്ന് ക്യാഷ് എടുക്കുന്ന സമയത്തും രേവതി ഇതേ കാര്യങ്ങൾ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ സച്ചി ഇത്രയും ക്യാഷ് ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ക്യാഷ് മുടക്കുന്ന കാണുമ്പോഴത്തേക്കും സച്ചിയോട് രേവതി ചോദിക്കുന്നുണ്ട് സച്ചേട്ടനെ കണ്ട സമയം തൊട്ട് സച്ചേട്ടന് വേണ്ടി ഒരു രൂപ മുടക്കുന്ന കണ്ടിട്ടില്ല, അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി മുടക്കുമ്പോഴും സച്ചേട്ടൻ്റെ മുഖത്ത് സന്തോഷമാണല്ലോ എന്ന് പറയുമ്പോഴേക്കും സച്ചി രേവതി പരസ്പരം കുറേ കൂടെ അടുത്തറിയുകയാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ബില്ലൊക്കെ അടച്ചിട്ട് ശ്രുതി പെട്ടെന്ന് വിമലയോട് പറയുകയാണ് വാ നമുക്ക് ഇപ്പം തന്നെ പോവാം, ഇറങ്ങുമെന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും വിമല പറയുന്നുണ്ട് എനിക്ക് തീരെ വയ്യ മോളെ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നിന്നാൽ ശരിയാവുകയില്ല, സച്ചിൻ രേവതിയും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് എൻ്റെ അമ്മായിയമ്മയുടെ അടുത്തോട്ട് തന്നെ വരും, അവിടെ നിന്ന് കഴിഞ്ഞാൽ അടുത്ത അവസ്ഥ അറിയാമല്ലോ. അപ്പോഴും വിമല പറയുന്നുണ്ട് അവരോടൊരു വാക്ക് പറയാണ്ട് എങ്ങനെയാണെന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് എൻ്റെ ജീവിതം നശിപ്പിച്ചേ പറ്റുള്ളൂ എന്ന് ചോദിച്ച് വയ്യാത്ത വിമലേനെയും പിടിച്ചു വലിച്ചിറക്കി ഹോസ്പിറ്റലിൽ നിന്ന് പോവുകയാണ് കേട്ടോ. ആ സമയത്ത് വീട്ടിൽ നിന്ന് ക്യാഷൊക്കെ എടുത്തുകൊണ്ട് സച്ചിൻ രേവതിയും കൂടെ വരുവാണ്. മുറി വന്ന് നോക്കുമ്പോൾ വിമലേനെ കാണത്തില്ല. അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഇനി ഇതിനിടയ്ക്ക് റൂം മാറ്റിയോ, അങ്ങനെ മാറ്റുമോ എന്നൊക്കെ ഇങ്ങനെ അവർ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. ആ സമയത്ത് ശ്രുതി വിമലയും കൂട്ടി ഒരു ഓട്ടോയിൽ മീരയുടെ വീട്ടിലോട്ട് പോവുകയാണ്. എന്നിട്ട് പറയുകയാണ് മീരയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്, അവൾ ഇനി കാര്യങ്ങൾ നോക്കിക്കോളും, അമ്മയ്ക്ക് ശരിക്കും വയ്യല്ലോ, സുഖമായിട്ട് അവിടെ നിന്ന് പോയാൽ മതി എന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും വിമലയെ അത് സമ്മതിക്കുവാണ്. ആ സമയത്ത് സച്ചിൻ രേവതി ചെന്ന് റിസപ്ഷനിൽ ചോദിക്കുവാണ് വിമല എന്തിയെ എന്ന് അന്വേഷിക്കുമ്പോഴേക്കും അവർ റിലേറ്റീവ് വന്ന് കൂട്ടിക്കൊണ്ടുപോയി, ബില്ലെല്ലാം അടച്ചു എന്നൊക്കെ പറയുവാണ് കേട്ടോ. ഇതും കൂടെ കാണുമ്പോഴത്തേക്കും രേവതിക്ക് കൂടുതൽ സംശയമാവുകയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞത് എന്തായി എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് എന്താവാൻ, അവരുടെ എന്തോ റിലേറ്റീവ് വന്നു, ഇവിടെ റിലേറ്റീവ് കാണില്ല എന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും പറയുകയാണ് വിമല ആൻറ്റി അല്ലേ പറഞ്ഞേ ആൻറ്റിക്ക് ഇവിടെ ആരും ഇല്ലയെന്നും, അപ്പോൾ പിന്നെ റിലേറ്റീവ്സ് ഒന്നും ആയിരിക്കുമല്ലോ വന്നേ, അവരുടെ മകൾ തന്നെ വന്നേ, അവരുടെ മകളെപ്പറ്റി നമ്മൾ അറിയരുത് എന്നെന്തോ അവരാഗ്രഹിക്കുന്നുണ്ട്, അതാണ് അവരിങ്ങനെ ഉരുണ്ട് കളിക്കുന്നത്, അല്ലാതെ അവരുടെ മകൾ എവിടെയും പോയിട്ടില്ല, ദുബായിലും പോയിട്ടില്ല, എവിടെയും പോയിട്ടില്ല എന്ന് പറയുന്നു കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് നീ എന്തൊക്കെയാണ് പറയുന്നത്, അവർക്ക് നമ്മുടെ അടുത്തുനിന്ന് മറച്ചു വെച്ചിട്ട് എന്ത് കിട്ടാനാ എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല, പക്ഷെ അവരെന്തോ മറയ്ക്കുന്നുണ്ട്
ഈവൻ ആദിമോൻ്റെ പെരുമാറ്റത്തിൽ പോലും അവനെ ആരോ പറഞ്ഞു പഠിപ്പിച്ച പോലെ അവൻ സംസാരിക്കുന്നത്. പണ്ട് നമ്മളോട് മിണ്ടുന്ന പോലെ അല്ല എന്ന് പറയുവാണ് കേട്ടോ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇടി അത് കൊച്ചല്ലേ, അവനങ്ങനെ ഒന്നാതെ അവൻ്റെ മുത്തശ്ശി വയ്യാണ്ടിരിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞതായിരിക്കും എന്ന് പറയുവാണ് കേട്ടോ. അങ്ങനെ ഇവർ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സച്ചി പറയണേ, എനിക്ക് എന്തായാലും ഒരു ഓട്ടോ ഉണ്ട്, നീ വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് ഇറങ്ങുന്ന കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.